നമസ്കാരം, ഏവർക്കും മാഷേട്ടൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഒരു പാഠഭാഗമാണ്. അതെ, ഇതൊരു കഥയാണ്. പ്രശസ്ത മെക്സിക്കൻ നോവലിസ്റ്റും ജേർണലിസ്റ്റുമായിരുന്ന ശ്രീ ഗ്രിഗോറിയോ ലോപ്പസ് ഫ്യൂവന്റസ് രചിച്ച ആ കഥ. അതെ, ലെറ്റർ ടു ഗോഡ്, ദൈവത്തിനുള്ള കത്ത്. ഇന്നത്തെ ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂടുതൽ അറിവുകൾക്കും പിന്തുണയ്ക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നമുക്ക് ആരംഭിക്കാം. ലെറ്റ്സ് ബിഗിൻ. ദ പ്ലഷർ ഓഫ് റെയിൻ. ദ ഹൗസ്, ദ ഓൺലി വൺ ഇൻ ദ ഹോൾ വാലി, സാറ്റ് ഓൺ ദ ക്രസ്റ്റ് ഓഫ് എ ലോ ഹിൽ. ആ ചെറിയ കുന്നിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായിരുന്നു. ക്രസ്റ്റ്, ടോപ്പ് ഓഫ് ദ ഹിൽ, ടോപ്പ് ഓഫ് ദ മൗണ്ടൻ. ആ ലോ ഹില്ലിൻ്റെ, ചെറിയ കുന്നിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായിരുന്നു, ക്രസ്റ്റിലായിരുന്നു ആ താഴ്വരയിൽ ആകെ ഉണ്ടായിരുന്ന ഒരേ ഒരു വീട് സ്ഥിതി ചെയ്തിരുന്നത്. ഫ്രം ദിസ് ഹൈറ്റ് വൺ കുഡ് സീ ദ റിവർ ആൻഡ് ദ ഫീൽഡ് ഓഫ് റൈപ്പ് കോൺ ഡോട്ടഡ് വിത്ത് ഫ്ലവേഴ്സ് ദാറ്റ് ഓൾവേസ് പ്രോമിസ്ഡ് എ ഗുഡ് ഹാർവെസ്റ്റ്. ആ കുന്നിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ താഴെ ഒഴുകുന്ന പുഴയും അതിനോട് ചേർന്ന പൂക്കളുടെ അകമ്പടിയോടെ പാകമാവാറായ ചോളപ്പാടവും, പാകമാവാറായി നിൽക്കുന്ന ചോളങ്ങൾ നിറഞ്ഞ പാടവും കാണാൻ സാധിക്കും. അത് നല്ലൊരു വിളവ് ഉറപ്പ് തന്നിരുന്നു. ദ ഓൺലി തിങ് ദ എർത്ത് നീഡഡ് വാസ് എ ഡൗൺ പോർ ഓർ അറ്റ്ലീസ്റ്റ് എ ഷവർ. ആ മണ്ണിന്, ആ ചോളപ്പാടത്തിന് ഇനി ആകെ ആവശ്യമുണ്ടായിരുന്ന ഒരേ ഒരു കാര്യം നല്ലൊരു മഴ, എ ഡൗൺ പോർ, അതിവർഷം, നല്ലൊരു മഴ, അല്ലെങ്കിൽ കുറഞ്ഞത് അറ്റ്ലീസ്റ്റ് എ ഷവർ, ഒരു ചാറ്റൽ മഴ ആയിരുന്നു. നല്ലൊരു വിളവിന് വേണ്ടി ആ മണ്ണിന് ഇനി ആവശ്യം നല്ലൊരു മഴയായിരുന്നു, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എ ഷവർ, ചാറ്റൽ മഴയെങ്കിലും. ത്രൂ ഔട്ട് ദ മോർണിംഗ് ലെൻചോ ഹാഡ് ഡൺ നത്തിങ് എൽസ് ബട്ട് ലുക്ക് അറ്റ് ദ സ്കൈ ടുവേർഡ്സ് ദ നോർത്ത് ഈസ്റ്റ്. ഇതാ വരുന്നു നമ്മുടെ കഥയിലെ നായകൻ ലെൻചോ. ആ പ്രഭാതം മുഴുവനും, ആ രാവിലെ മുഴുവനും ലെൻചോ മറ്റൊന്നും ചെയ്തില്ല. ആകെ ചെയ്തത് വടക്ക് കിഴക്കേ ദിക്കിലെ ആകാശത്തേക്ക് നോക്കി ഇരിക്കുക മാത്രമായിരുന്നു. നൗ വി ആർ റിയലി ഗോയിങ് ടു ഗെറ്റ് സം റെയിൻ വുമൻ, ഹി സെഡ്. വുമൺ എന്നിവിടെ പറയുന്നത്, വുമൺ എന്ന് പറയുന്നത് ഭാര്യയെ ആണ്. പ്രിയപ്പെട്ടവളെ, ഇപ്പോൾ നമ്മൾക്ക് ഉറപ്പായും നല്ലൊരു മഴ ലഭിക്കാൻ പോവുകയാണ്. ആകാശത്തെ മേഘങ്ങളെ കണ്ടിട്ടായിരിക്കാം ലെൻചോ അങ്ങനെ ഭാര്യയോട് പറഞ്ഞത്. ഹി സെഡ്, ഭാര്യയോട് പറഞ്ഞു, നൗ വി ആർ റിയലി ഗോയിങ് ടു ഗെറ്റ് സം റെയിൻ. ദ വുമൻ ഹു വാസ് പ്രിപ്പയറിംഗ് സപ്പർ റിപ്ലൈഡ്, യെസ്, ഗോഡ് വില്ലിംഗ്. അത്താഴമൊരുക്കുകയായിരുന്ന സപ്പർ, അത്താഴമൊരുക്കുകയായിരുന്ന ഭാര്യ മറുപടി പറഞ്ഞു, യെസ്, തീർച്ചയായും, ഗോഡ് വില്ലിംഗ്, ദൈവഹിതം അങ്ങനെയാണെങ്കിൽ, ദൈവനിശ്ചയമുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് നല്ലൊരു മഴ തന്നെ ലഭിക്കും. ഡ്യൂറിങ് ദ മീൽ ബിഗ് ഡ്രോപ്സ് ഓഫ് റെയിൻ ബിഗാൻ ടു ഫാൾ. അവർ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ വലിയ മഴത്തുള്ളികൾ താഴേക്ക് പതിക്കാൻ തുടങ്ങി. ഹ്യൂജ് മൗണ്ടൻസ് ഓഫ് ക്ലൗഡ്സ് കുഡ് ബി സീൻ അപ്രോച്ചിങ്. വലിയ മേഘങ്ങൾ, ഹ്യൂജ് മൗണ്ടൻസ് ഓഫ് ക്ലൗഡ്സ് എന്ന് പറഞ്ഞത് വലിയ മലകൾ പോലെയുള്ള വലിയ മേഘങ്ങൾ ആകാശത്ത് പതുക്കെ പ്രത്യക്ഷപ്പെടാൻ, സമീപിക്കാൻ തുടങ്ങിയിരുന്നു. ദ എയർ വാസ് ഫ്രഷ് ആൻഡ് സ്വീറ്റ്. ചുറ്റിനുമുള്ള വായു വളരെ ശുദ്ധവും ഉന്മേഷം പകരുന്നതുമായി മാറി. ലെൻചോ വെന്റ് ഔട്ട് ടു ഹാവ് ദ പ്ലഷർ ഓഫ് ഫീലിംഗ് ദ റെയിൻ ഓൺ ഹിസ് ബോഡി. ലെൻചോ മഴ തൻ്റെ ശരീരത്തിൽ കൊള്ളുമ്പോൾ, വന്ന് പതിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ആനന്ദം, ആ പ്ലഷർ അനുഭവിക്കുന്നതിനായി, ആ സന്തോഷം അനുഭവിച്ചറിയുന്നതിനായി ലെൻചോ വെന്റ് ഔട്ട്. ലെൻചോ പുറത്തേക്ക് പോയി. ദീസ് ആർ റെയിൻ ഡ്രോപ്സ് ഫാളിംഗ് ഫ്രം ദ സ്കൈ, ദേ ആർ ലൈക്ക് ന്യൂ കോയിൻസ്. ഈ വന്ന് വീഴുന്നത്, ആകാശത്തു നിന്നും വന്ന് പതിക്കുന്ന വെറും റെയിൻ ഡ്രോപ്സ്, മഴത്തുള്ളികൾ, ജലത്തുള്ളികളല്ല. ദേ ആർ ലൈക്ക് ന്യൂ കോയിൻസ്. ഇവ പുതിയ നാണയങ്ങളാണ്. ദ ബിഗ് ഡ്രോപ്സ് ആർ ടെൻസ്. ഈ വലിയ മഴത്തുള്ളികൾ 10ൻ്റെ നാണയങ്ങളാണ്. ആൻഡ് ദ ലിറ്റിൽ വൺസ് ആർ 5s. ഈ ചെറിയ മഴത്തുള്ളികളാകട്ടെ അവ 5ൻ്റെ നാണയങ്ങളാണ്. എന്തുകൊണ്ടാണ് ലെൻചോ ഇവിടെ ഈ മഴത്തുള്ളികളെ നാണയങ്ങളോട് ഉപമിക്കുന്നത്? വലിയ മഴത്തുള്ളികളെ 10ൻ്റെ നാണയങ്ങളായും ചെറിയ മഴത്തുള്ളികളെ 5ൻ്റെ കോയിനുകളായും ഉപമിക്കുന്നത്? ലെൻചോയ്ക്ക് അറിയാം, നല്ല മഴ ലഭിക്കുകയാണെങ്കിൽ നല്ല വിളവെടുപ്പ് ഉറപ്പാണ്.
ഒരു നല്ലൊരു മഴയുടെ ഒരു കുറവ് കൂടിയേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ലെൻചോ ആ മഴത്തുള്ളികളെ തനിക്ക് വിളവെടുപ്പിലൂടെ ലഭിക്കാൻ പോകുന്ന സമ്പത്തിലേക്ക് മനസ്സുകൊണ്ട് വിരൽ ചൂണ്ടുന്നത്. നമുക്ക് തുടർന്ന് എന്ത് സംഭവിച്ചു എന്ന് കരുതാം, എന്ന് നോക്കാം. എ നൈറ്റ് ഓഫ് സോറോ, ദുഃഖത്തിൻ്റെ രാത്രി. ഹി ലുക്ക്ഡ് അറ്റ് ദ ഫീൽഡ് ഓഫ് റൈപ്പ് കോൺ വിത്ത് ഇറ്റ്സ് ഫ്ലവേഴ്സ് ഡ്രൈപ്ഡ് ഇൻ എ കർട്ടൻ ഓഫ് റെയിൻ. മഴ പെയ്ത് പതുക്കെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹി ലുക്ക്ഡ് അറ്റ് ദ ഫീൽഡ് ഓഫ് റൈപ്പ് കോൺ വിത്ത് ഇറ്റ്സ് ഫ്ലവേഴ്സ് ഡ്രൈപ്ഡ് ഇൻ എ കർട്ടൻ ഓഫ് റെയിൻ. ആ ചോളപ്പാടത്തിലേക്ക് ലെൻചോ നോക്കി. ആ ചോളപ്പാടത്തിലെ പൂക്കൾ മഴയുടെ ആവരണം കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരുന്നു. മഴത്തുള്ളികളുടെ ആവരണം കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരുന്നു. മഴത്തുള്ളികൾ തന്നെ വീണുകൊണ്ട്, ഡ്രൈപ്പ് എന്ന് പറഞ്ഞാൽ കവർ എന്നാണ് പറയുക. ഡ്രൈപ്ഡ്, കവേഡ് ഇൻ എ കർട്ടൻ ഓഫ് റെയിൻ. മഴയുടെ ഒരു ആവരണം പുതച്ചതുപോലെ, ധരിച്ചതുപോലെ ആ ചോളപ്പാടത്തിലെ പൂക്കൾ ഇങ്ങനെ നിൽക്കുന്ന കാഴ്ച ലെൻചോ കണ്ടു. ബട്ട് സഡൻലി എ സ്ട്രോങ് വിൻഡ് ബിഗാൻ ടു ബ്ലോ. പക്ഷേ പെട്ടെന്ന് ശക്തിയേറിയ ഒരു കാറ്റ് വീശാൻ തുടങ്ങി. എ സ്ട്രോങ് വിൻഡ് ബിഗാൻ ടു ബ്ലോ, വീശാൻ തുടങ്ങി. വെരി ലാർജ് ഹെയിൽ സ്റ്റോൺസ് ബിഗാൻ ടു ഫാൾ. വലിയ ആലിപ്പഴങ്ങൾ മുകളിൽ നിന്ന് പതിക്കാൻ ആരംഭിച്ചു. ബിഗാൻ ടു ഫാൾ, പതിക്കാൻ ആരംഭിച്ചു. ഹെയിൽ സ്റ്റോൺസ്, ആലിപ്പഴങ്ങൾ. എന്താണ് ആലിപ്പഴങ്ങൾ? ചിലപ്പോൾ മഴയോടൊപ്പം വന്ന് പതിക്കുന്ന ഐസ് കട്ടകൾ, മഞ്ഞ് കട്ടകളാണ് ആലിപ്പഴങ്ങൾ എന്ന് നമ്മൾ പറയുക. ഹെയിൽ സ്റ്റോം തന്നെ ഉണ്ടാവാറുണ്ട് ചിലപ്പോഴൊക്കെ. ആലിപ്പഴങ്ങൾ വന്ന് പതിക്കുന്ന ശക്തിമായൊരു കാറ്റ്, കൊടുങ്കാറ്റ്, ഹെയിൽ സ്റ്റോം എന്നാണ് പറയുന്നത്. ആലിപ്പഴങ്ങളോട് കൂടിയ കൊടുങ്കാറ്റ്. ഇവിടെ ഹെയിൽ സ്റ്റോൺസ് ബിഗാൻ ടു ഫാൾ, ആലിപ്പഴങ്ങൾ ആകാശത്ത് നിന്ന് പതിക്കാൻ തുടങ്ങി. ചിലപ്പോഴൊക്കെ മഴയോടൊപ്പം ഉണ്ടാകുന്നൊരു പ്രതിഭാസമാണത്. ഇറ്റ്സ് റിയലി ഗെറ്റിംഗ് ബാഡ് നൗ എക്സ്ക്ലെയിംഡ് ലെൻചോ. എക്സ്ക്ലെയിംഡ് നമ്മൾ ആശ്ചര്യസൂചകമായി പറയുമ്പോഴാണ് എക്സ്ക്ലെയിംഡ് എന്ന് പറയുക. അത് ദുഃഖം മൂലമാവാം, സന്തോഷം മൂലമാവാം, ദേഷ്യം മൂലമാവാം. ഇവിടെ ദുഃഖം മൂലം പെട്ടെന്ന് ലെൻചോയ്ക്ക് പരിഭ്രാന്തിയായി. ആൻഡ് ഇറ്റ്സ് റിയലി ഗെറ്റിംഗ് ബാഡ് നൗ, ഇത് വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് ലെൻചോ ഉറക്കെ അലറി വിളിച്ച് പറഞ്ഞു. ഐ ഹോപ്പ് ഇറ്റ് പാസസ് ക്വിക്ക്ലി, ഇത് പെട്ടെന്ന് അവസാനിച്ചെങ്കിൽ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ ആലിപ്പഴ വൃഷ്ടി, ഈ ആലിപ്പഴം പതിക്കുന്നത് പെട്ടെന്ന് അവസാനിച്ചെങ്കിൽ എന്ന് ലെൻചോ വിചാരിക്കുകയാണ്. കാരണം ആലിപ്പഴങ്ങൾ ഐസ് കട്ടകളാണ്. അത് വന്നിങ്ങനെ പതിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ചോളപ്പാടം പെട്ടെന്ന് നശിച്ചു പോവും. ചോളപ്പൂക്കളും ചോളങ്ങളും നശിച്ചു പോവും. ഇറ്റ് ഡിഡ് നോട്ട് പാസ് ക്വിക്ക്ലി, പക്ഷേ അത് പെട്ടെന്ന് മാറിയില്ല, പെട്ടെന്ന് അവസാനിച്ചില്ല. ഇറ്റ് ഹെയിൽഡ് ഫോർ ആൻ അവർ ഓൺ ദ ഹൗസ്, ദ ഗാർഡൻ, ദ ഹിൽ സൈഡ്, ദ കോൺഫീൽഡ് ആൻഡ് ദ ഹോൾ വാലി. ഏകദേശം 1 മണിക്കൂറോളം ആ വീടിന് മുകളിൽ, ആ തോട്ടത്തിന് മുകളിൽ, ആ കുന്നിൻ ചെരുവിൽ, ആ ചോളപ്പാടത്ത്, ആ താഴ്വരയിൽ മൊത്തം ഈ ആലിപ്പഴ വൃഷ്ടി തുടർന്നു പോന്നു. ദ ഫീൽഡ് വാസ് വൈറ്റ് ആസ് ഇഫ് കവേർഡ് വിത്ത് സാൾട്ട്. ഉപ്പുകൊണ്ട് പൊതിഞ്ഞതുപോലെ ആ ചോളപ്പാടം വെളുത്ത നിറമുള്ളതായി മാറി. ഐസ് കട്ടകൾ, മഞ്ഞിൻ കട്ടകൾ വന്ന് വീണിട്ട്. നോട്ട് എ ലീഫ് റിമൈൻഡ് ഓൺ ദ ട്രീസ്. മരങ്ങളിൽ ഒരു ഇല പോലും അവശേഷിച്ചില്ല. നോട്ട് എ ലീഫ് റിമൈൻഡ് ഓൺ ദ ട്രീസ്. മരങ്ങളിലൊന്നും ഒരു ഇല പോലും അവശേഷിച്ചില്ല. ദ കോൺ വാസ് ടോട്ടലി ഡിസ്ട്രോയിഡ്. ആ ചോളപ്പാടത്തിലെ ചോളങ്ങൾ ടോട്ടലി ഡിസ്ട്രോയിഡ്, മൊത്തത്തിൽ മുഴുവനായി ഡിസ്ട്രോയിഡ്, നശിച്ചുപോയി. ദ ഫ്ലവേഴ്സ് ഹാഡ് ഡിസപ്പിയർഡ് ഫ്രം ദ പ്ലാന്റ്സ്. ചെടികളിൽ നിന്നും പൂക്കളൊക്കെ അപ്രത്യക്ഷമായി, ഒക്കെ കൊഴിഞ്ഞുപോയി. ലെൻചോസ് സോൾ വാസ് ഫിൽഡ് വിത്ത് സാഡ്നസ്. ലെൻചോയുടെ മനസ്സ്, ആത്മാവ്, മനസ്സ് ഫിൽഡ് വിത്ത് സാഡ്നസ്, ദുഃഖം കൊണ്ട് നിറഞ്ഞു, ദുഃഖഭരിതമായി മാറി മനസ്സ്. ദാറ്റ് നൈറ്റ് വാസ് എ സോറോഫുൾ വൺ. ആ രാത്രി വളരെ ദുഃഖഭരിതമായ, ദുഃഖം നിറഞ്ഞ ഒന്നായിരുന്നു ലെൻചോയെ സംബന്ധിച്ച്. ദിസ് ഇയർ വി വിൽ ഹാവ് നോ കോൺ. ഈ വർഷം നമുക്ക് ചോളങ്ങൾ ലഭിക്കുകയില്ല. ദർ ഇസ് നോ വൺ ടു ഹെൽപ്പ് അസ്. നമ്മളെ സഹായിക്കാൻ ആരുമില്ല. വി വിൽ ഓൾ ഗോ ഹംഗ്രി ദിസ് ഇയർ. ഈ വർഷം നമ്മളെല്ലാവരും വിശപ്പ് അനുഭവിച്ച്, പട്ടിണി അനുഭവിച്ച് കഴിയേണ്ടി വരും
എന്ന് ലെൻചോ തൻ്റെ ഭാര്യയോട് പറഞ്ഞു. വി വിൽ ഓൾ ഗോ ഹംഗ്രി ദിസ് ഇയർ. ഈ വർഷം നമ്മൾ പട്ടിണി അനുഭവിക്കേണ്ടി വരും എന്ന് ലെൻചോ തൻ്റെ ഭാര്യയോട് പറഞ്ഞു. ബട്ട് ഇൻ ദ ഹാർട്ട്സ് ഓഫ് ഓൾ who lived in that solitary house, there was a single hope, help from God. പക്ഷേ ആ സോളിറ്ററി ഹൗസ് എന്നാണ് പറയുന്നത്, ആ ഒറ്റപ്പെട്ട വീടിൽ, ആ ഏകാന്തമായ വീടിൽ കഴിഞ്ഞിരുന്ന എല്ലാവരുടെയും മനസ്സിൽ ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു, സിംഗിൾ ഹോപ്പ്, ഒരേ ഒരു പ്രതീക്ഷ. അതെന്തായിരുന്നു? ഹെൽപ്പ് ഫ്രം ഗോഡ്, ദൈവത്തിൻ്റെ സഹായം ലഭിക്കും എന്ന ഒരു വിശ്വാസം, പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. ഓൾ ത്രൂ ദ നൈറ്റ് ലെൻചോ thought only of his one hope, God. ആ രാത്രി മുഴുവൻ ലെൻചോ തൻ്റെ ഒരേ ഒരു ആ പ്രതീക്ഷയെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടേയിരുന്നു. സിംഗിൾ ഹോപ്പ്, ഹിസ് ഓൺലി ഹോപ്പ്, ഗോഡ്. ദൈവം എന്ന ആ പ്രതീക്ഷയെക്കുറിച്ച് മാത്രം ലെൻചോ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ദൈവം സഹായിക്കാനെത്തും എന്ന പ്രതീക്ഷയായിരുന്നു ലെൻചോയ്ക്ക് ഉണ്ടായിരുന്നത്. തുടർന്ന് എന്ത് സംഭവിച്ചു? അറ്റ് ദ പോസ്റ്റ് ഓഫീസിൽ ലെൻചോ was an ox of a man working like an animal in the fields. പാടത്ത് ഒരു കാളയെപ്പോലെ അധ്വാനിച്ചിരുന്ന, കഠിനമായി ജോലി ചെയ്തിരുന്ന, ഹാർഡ് വർക്ക് ചെയ്തിരുന്ന ഒരു മനുഷ്യനായിരുന്നു ലെൻചോ. ഒരു കാളയെപ്പോലെ അത്രയ്ക്ക് അധ്വാനിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു ലെൻചോ. സ്റ്റിൽ ഹി ന്യൂ ഹൗ ടു റൈറ്റ്. എന്നിരുന്നാലും ലെൻചോയ്ക്ക് എഴുതാൻ അറിയാമായിരുന്നു. ഒരു കർഷകനാണെങ്കിലും എഴുതാൻ അറിയാമായിരുന്നു. ദ ഫോളോയിങ് സൺഡേ at daybreak he began to write a letter. അടുത്ത ദിവസം, അതായത് ഫോളോയിങ് സൺഡേ, തുടർന്ന് വന്ന ഞായറാഴ്ച, അടുത്ത ഞായറാഴ്ച, അറ്റ് daybreak, പകൽ സമയത്തെ വിശ്രമ വേളയിൽ, he began to write a letter. ദൈവത്തിന് ലെൻചോ ഒരു കത്ത് എഴുതാൻ ആരംഭിച്ചു. It was nothing. He began to write a letter. ഒരു കത്ത് എഴുതാൻ തീരുമാനിച്ചു ലെൻചോ. It was nothing less than a letter to God. അത് ദൈവത്തിനുള്ള ഒരു കത്തിൽ കുറഞ്ഞ് മറ്റൊന്നും ആയിരുന്നില്ല. ഡിയർ ഗോഡ്, പ്രിയപ്പെട്ട ദൈവമേ, ഇഫ് യു ഡോണ്ട് ഹെൽപ്പ് മീ, മൈ ഫാമിലി ആൻഡ് ഐ വിൽ ഗോ ഹംഗ്രി ദിസ് ഇയർ. നീ എന്നെ സഹായിച്ചില്ലെങ്കിൽ, ഇഫ് യു ഡോണ്ട് ഹെൽപ്പ് മീ, നീ എന്നെ സഹായിച്ചില്ലെങ്കിൽ, മൈ ഫാമിലി ആൻഡ് ഐ വിൽ ഗോ ഹംഗ്രി ദിസ് ഇയർ, എൻ്റെ കുടുംബവും ഞാനും ഈ വർഷം പട്ടിണിയിലാവും. ഐ നീഡ് 100 pesos in order to sow my field again and to live until the crop comes. എനിക്ക് ഒരു 100 പെസോയുടെ ആവശ്യമുണ്ട്. 100 പെസോ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു പണത്തിൻ്റെ യൂണിറ്റാണ് പെസോ. നമ്മളിവിടെ കറൻസി രൂപ എന്ന് പറയുന്നത് പോലെ അവിടെ ഉപയോഗിക്കുന്ന ഒരു കറൻസിയാണ് പെസോ. ഒരു മോണിറ്ററി ഒരു യൂണിറ്റാണ്, മണിയുടെ ഒരു യൂണിറ്റാണ് പെസോ. അപ്പോൾ ലെൻചോ എഴുതിയിരിക്കുന്നത് തനിക്കൊരു 100 പെസോസിൻ്റെ ആവശ്യമുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു സോ മൈ ഫീൽഡ് അഗെയിൻ, എൻ്റെ ഈ പാടം, ആ പാടത്ത് വീണ്ടും വിതയ്ക്കുന്നതിനായി, വീണ്ടും വിത്ത് വിതയ്ക്കുന്നതിനായി എനിക്കൊരു 100 പെസോസ് ആവശ്യമുണ്ട്. മാത്രമല്ല, ആൻഡ് ടു ലിവ് അൺടിൽ ദ ക്രോപ്പ് കംസ്, വിളവ് ലഭിക്കുന്നത് വരെ എനിക്ക് ജീവിക്കാനും വിതയ്ക്കാനും എനിക്കൊരു 100 പെസോസിൻ്റെ ആവശ്യം ഉണ്ട്. ബിക്കോസ് ഓഫ് ദ ഹെയിൽ സ്റ്റോം യു സെൻഡ്. ദൈവമേ, നീ അയച്ച ആ ആലിപ്പഴ വൃഷ്ടി കാരണം, ആ ആലിപ്പഴങ്ങൾ പതിച്ച ആ കൊടുങ്കാറ്റ് നീ അയച്ചത് കാരണം എവറിത്തിങ് ഈസ് ലോസ്റ്റ്, എല്ലാം നശിച്ചു പോയി, എല്ലാം നഷ്ടപ്പെട്ടു എനിക്ക്. ഹോപ്പ്ഫുള്ളി വെയിറ്റിംഗ്, വളരെ പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കുന്നു ലെൻചോ എന്നെഴുതി ഒപ്പിട്ട് ലെൻചോ അത് പോസ്റ്റ് ഓഫീസിലേക്ക് കൊണ്ടുപോയി. അതിനു മുൻപ് ഹി റോട്ട്, ലെൻചോ എഴുതി, ടു ഗോഡ് ഓൺ ദ എൻവലപ്പ് ആൻഡ് വെൻ ടു ദ ടൗൺ. ആ കത്തിൻ്റെ പുറത്തൊരു കവർ, ആ ഒരു കവറിലാണ് കത്തെടുത്തൊരു എൻവലപ്പിൽ, ആ എൻവലപ്പിന് പുറത്ത് ടു ഗോഡ് എന്നെഴുതി, ദൈവത്തിന് അഡ്രസ്സ്. ആൻഡ് വെൻ ടു ദ ടൗൺ, എന്നിട്ട് ടൗണിലേക്ക് പോയി. ലെൻചോയുടെ ഒരു ഫെയ്ത്ത് നോക്കിയേ, ലെൻചോയുടെ ഒരു വിശ്വാസം നോക്കിയേ. ദൈവത്തിനാണ് ലെൻചോ കത്തെഴുതുന്നത്, തന്നെ സഹായിക്കാൻ പറഞ്ഞത്. ടു ഗോഡ് എന്ന് പറഞ്ഞെഴുതി ലെൻചോ ടൗണിലേക്ക് പോയി. അറ്റ് ദ പോസ്റ്റ് ഓഫീസ് ഹി പോസ്റ്റഡ് എ സ്റ്റാമ്പ് ഓൺ ദ ലെറ്റർ ആൻഡ് ഡ്രോപ്ഡ് ഇറ്റ് ടു ദ മെയിൽ ബോക്സ്. ആ പോസ്റ്റ് ഓഫീസിൽ ചെന്നിട്ട് ലെൻചോ അതിന് പുറത്ത് ഒരു സ്റ്റാമ്പ് പതിച്ചു. എന്നിട്ട് ആ കത്ത് ഡ്രോപ്ഡ് ഇറ്റ് ഇൻ ടു ദ മെയിൽ ബോക്സ്. ആ കത്ത് ലെൻചോ അവിടെ കണ്ട തപാൽ പെട്ടിയിൽ ഇട്ടു. എന്താ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. ദ പോസ്റ്റ്മാൻ വെന്റ് ടു ഹിസ് ബോസ് ലഫിംഗ് ഹാർട്ട്ലി. ആ പോസ്റ്റ്മാൻ, അവിടെയുള്ള പോസ്റ്റ്മാൻ ആ കത്ത് കിട്ടിയിട്ട് തൻ്റെ ബോസിനടുത്ത് ചിരിച്ച് മറഞ്ഞുകൊണ്ട് ബോസിനടുത്തേക്ക് ചെന്നു. ഹി ഷോഡ് ഹിം ദ ലെറ്റർ ടു ഗോഡ്. പോസ്റ്റ് മാസ്റ്റർക്ക്
നമ്മുടെ പോസ്റ്റ്മാൻ ഈ കത്ത് കൊടുത്തു, ദൈവത്തിനുള്ള കത്ത്. ദ പോസ്റ്റ് മാസ്റ്റർ ഓൾസോ ബ്രോക്ക് ഇൻ ടു എ ലോഫ്. പോസ്റ്റ് മാസ്റ്ററും ഇത് കണ്ട് പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചു. ബട്ട് ഇമ്മീഡിയറ്റ്ലി ഹി ടേൺ സീരിയസ്. പക്ഷെ പെട്ടെന്ന് തന്നെ പോസ്റ്റ് മാസ്റ്റർ വളരെ സീരിയസ് ആയി മാറി, വളരെ ഗൗരവമുള്ള ഒരു മുഖഭാവത്തിലേക്ക് തിരിഞ്ഞു. എന്നിട്ട് ചിന്തിച്ചു, എന്നിട്ട് പറഞ്ഞു, വാട്ട് ഫെയ്ത്ത്, എന്തൊരു വിശ്വാസം. ഐ വിഷ് ഐ ഹാഡ് ദ ഫെയ്ത്ത് ഓഫ് ദ മാൻ ഹു റോട്ട് ദിസ് ലെറ്റർ. ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്, എനിക്ക് ഈ കത്തെഴുതിയ മനുഷ്യൻ്റെ അത്ര വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാനൊന്ന് ആഗ്രഹിക്കുകയാണ്. ഇമാജിൻ, വെറുതെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ, ഒന്ന് സങ്കല്പിച്ച് നോക്കിയേ. സ്റ്റാർട്ടിങ് അപ്പ് എ കറസ്പോണ്ടൻസ് വിത്ത് ഗോഡ്. ഇമാജിൻ സ്റ്റാർട്ടിങ് അപ്പ് എ കറസ്പോണ്ടൻസ് വിത്ത് ഗോഡ്. ദൈവവുമായി ഒരു കറസ്പോണ്ടൻസ്, ഒരു കത്തിടപാട് നടത്തുകയെന്ന് വെച്ചാൽ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഒന്ന് സങ്കല്പിച്ച് നോക്കിയേ. ഓ, വാട്ട് എ ഫെയ്ത്ത്, എന്തൊരു വിശ്വാസം എന്നാണ് പോസ്റ്റ് മാസ്റ്റർ പെട്ടെന്ന് ചിന്തിക്കുന്നത്. ദ പോസ്റ്റ് മാസ്റ്റർ കെയിം അപ്പ് വിത്ത് ആൻ ഐഡിയ. പോസ്റ്റ് മാസ്റ്റർക്ക് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നി, ഒരു ആശയം തോന്നി. സെൻഡ് എ റിപ്ലൈ ടു ലെൻചോ ഫ്രം ഗോഡ്. ദൈവത്തിൻ്റെ ഒരു മറുപടി ലെൻചോയ്ക്ക് ഒന്ന് അയച്ചാലോ എന്ന് നമ്മുടെ പോസ്റ്റ് മാസ്റ്റർക്ക് തോന്നി. ബട്ട് ഹീ നീഡഡ് സംതിങ് മോർ ദാൻ ഗുഡ് വിൽ, ഇങ്ക് ആൻഡ് പേപ്പർ ടു ആൻസർ ദ ലെറ്റർ. പക്ഷേ ഈ മറുപടി അയക്കുന്നതിന് ഇങ്ക്, മഷി, പേപ്പർ കടലാസ് കൂടാതെ മറ്റൊന്നുകൂടി, പേപ്പറും ഇങ്കും, ഗുഡ് വിൽ, നന്മ, നല്ല മനസ്സ്, ഗുഡ് വിൽ, സന്മനസ്സും പേപ്പറും മഷിയും കൂടാതെ മറ്റൊന്നുകൂടി ഈ കത്ത് മറുപടി അയക്കണമെങ്കിൽ വേണമായിരുന്നു. എന്താണത്? ലഞ്ച് എന്ത് ചോദിച്ചാണ് അയച്ചിരിക്കുന്നത്? പൈസ ചോദിച്ച്. സോ അതും കൂടി അയച്ചാലല്ലേ മറുപടി അയക്കാൻ പറ്റുള്ളൂ. സോ എന്ത് ചെയ്തു പോസ്റ്റ് മാസ്റ്റർ? ഹി ടുക്ക് എ കളക്ഷൻ ഫ്രം ദ എംപ്ലോയീസ് ഓഫ് ദ പോസ്റ്റ് ഓഫീസ്. ആ പോസ്റ്റ് ഓഫീസിലെ മറ്റു ജോലിക്കാരുടെ കയ്യിൽ നിന്നൊക്കെ ചെറിയൊരു കളക്ഷൻ, ഒരു സംഭാവന നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ പിരിച്ചു. ഹി ഹിംസെൽഫ് ഗേവ് എ പാർട്ട് ഓഫ് ഹിസ് സാലറി. പോസ്റ്റ് മാസ്റ്റർ തൻ്റെ ശമ്പളത്തിൽ നിന്ന് ഒരു പങ്കും ഇതിനായിട്ട് എടുത്തു. ബട്ട് ഇറ്റ് വാസ് ഇമ്പോസിബിൾ ഫോർ ഹിം ടു പുട്ട് ടുഗദർ 100 pesos. പക്ഷേ 100 pesos ഒരുമിച്ച് കളക്ട് ചെയ്യുക, സംഘടിപ്പിക്കുക എന്നുള്ളത് പോസ്റ്റ് മാസ്റ്ററെ സംബന്ധിച്ച് അസാധ്യമായ ഒരു, നടക്കാത്തൊരു കാര്യമായിരുന്നു, പ്രയാസമേറിയ ഒരു കാര്യമായിരുന്നു. ഹി വാസ് ഇമ്പോസിബിൾ, അസാധ്യമായ ഒരു കാര്യമായിരുന്നു. ഹി വാസ് ഏബിൾ ടു സെൻഡ് ദ ഫാർമർ ഓൺലി 70 pesos. അതുകൊണ്ട് തന്നെ 70 pesos ആ കൃഷിക്കാരന് ലെൻചോയ്ക്ക് അയക്കാൻ നമ്മുടെ പോസ്റ്റ് മാസ്റ്റർക്ക് കഴിയുമായിരുന്നുള്ളൂ. ഹി പുട്ട് ദ മണി ഇൻ ആൻ എൻവലപ്പ് അഡ്രസ് ടു ലെൻചോ. ലെൻചോയുടെ അഡ്രസ്സ് എഴുതിയ ഒരു കത്തിൽ, ഒരു എൻവലപ്പിൽ, ഒരു കവറിൽ നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ ഈ കത്ത് ഇട്ടു. എന്തിട്ടു? പൈസ ഇട്ടു, മണി. ഹി സെൻറ്റ് എ ലെറ്റർ അലോങ് വിത്ത് ഇറ്റ്. അതിൻ്റെ കൂടെ ഒരു കത്തും പോസ്റ്റ് മാസ്റ്റർ അയച്ചു. ഇറ്റ് കണ്ടെയ്ൻഡ് ഓൺലി സിഗ്നേച്ചർ. അതിലാകെ ഒരു ഒപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഗോഡ്, ദൈവം എന്നെഴുതിയ ഒരു ഒപ്പ് മാത്രം, ദൈവത്തിൻ്റെ ഒരു ഒപ്പ് മാത്രം ഇട്ട്, ദൈവത്തിൻ്റെ പേരെഴുതി നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ ഈ പൈസ ഒരു കത്തിൽ, ഒരു കവറിൽ ഇട്ട് ലെൻചോയ്ക്ക് അയച്ചു. തുടർന്ന് എന്ത് സംഭവിച്ചെന്ന് നോക്കാം. ഈ പൈസ ലെൻചോയ്ക്ക് കിട്ടുമോ? ലെൻചോയുടെ ഈ ഇത് കിട്ടുമ്പോഴുള്ള റിയാക്ഷൻ എന്തായിരിക്കും നോക്കാം. ഗോഡ് റിപ്ലൈസ്. ദൈവം മറുപടി പറയുന്നു, മറുപടി എഴുതുന്നു. ദ ഫോളോയിങ് ഡേ ലെൻചോ വെൻറ്റ് ടു ദ പോസ്റ്റ് ഓഫീസ് ഏർലിയർ ദാൻ യൂഷ്വൽ. അടുത്ത ദിവസം പതിവുള്ളതിലും നേരത്തെ എഴുന്നേറ്റ് ലെൻചോ എവിടേക്ക് പോയി? പോസ്റ്റ് ഓഫീസിലേക്ക് പോയി. ഹി ആസ്ക്ഡ് ദ പോസ്റ്റ്മാൻ ഇഫ് ദർ വാസ് എ ലെറ്റർ ഫോർ ഹിം. എന്നിട്ട് പോസ്റ്റ്മാനോട് ചോദിച്ചു, തനിക്ക് കത്ത് വലുതും വന്നിട്ടുണ്ടോ? ദ പോസ്റ്റ്മാൻ ഹാൻഡഡ് എ ലെറ്റർ ടു ഹിം. പോസ്റ്റ്മാൻ ഒരു കത്ത് നമ്മുടെ ലെൻചോയ്ക്ക് കൊടുത്തു. ദ പോസ്റ്റ് മാസ്റ്റർ ലുക്ക്ഡ് ഓൺ ഫ്രം ദ ഡോർവേ ഓഫ് ഹിസ് ഓഫീസ്. തൻ്റെ ഓഫീസിൻ്റെ വാതിൽ പഴുതിലൂടെ പോസ്റ്റ് മാസ്റ്റർ ഇങ്ങനെ എത്തി നോക്കി. ആ പടം ഈ ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ സാധിക്കും. പോസ്റ്റ് മാസ്റ്റർ ഇങ്ങനെ എത്തി നോക്കി എന്താണ് ലെൻചോയുടെ റിയാക്ഷൻ എന്നറിയാൻ. ലെൻചോ ഷോട്ട് നോട്ട് ദ സ്ലൈറ്റസ്റ്റ് സർപ്രൈസ് ഓൺ സീയിങ് ദ മണി. ആ പൈസ കണ്ടപ്പോൾ ലെൻചോ അല്പം പോലും അത്ഭുതം, ആശ്ചര്യം പ്രകടിപ്പിച്ചില്ല. എന്താ കാരണം? സച്ച് വാസ് ഹിസ് കോൺഫിഡൻസ്. അത്രയ്ക്കായിരുന്നു ലെൻചോയുടെ കോൺഫിഡൻസ്, ആത്മവിശ്വാസം. എന്ത്? ദൈവം തനിക്ക് എന്തായാലും പൈസ അയക്കും എന്ന വിശ്വാസം ലെൻചോയ്ക്ക് ഉണ്ടായിരുന്നു. ലെൻചോയ്ക്ക് അത്രയ്ക്ക് ബിലീഫ്, അത്രയ്ക്ക് ഫെയ്ത്ത് ഉണ്ടായിരുന്നു ദൈവത്തിൽ. സോ ലെൻചോ ഒട്ടും ആശ്ചര്യം പ്രകടിപ്പിച്ചില്ല. പക്ഷേ ഹി ബിക്കെയിം ആംഗ്രി വെൻ ഹി കൗണ്ടഡ് ദ മണി. പണം എണ്ണിക്കഴിഞ്ഞപ്പോൾ ലെൻചോയ്ക്ക് ദേഷ്യം വന്നു. ഗോഡ് കുഡ് നോട്ട് ഹാവ് മേഡ് എ മിസ്റ്റേക്ക്. ദൈവത്തിന് എന്തായാലും തെറ്റുപറ്റാൻ സാധ്യതയില്ല, ദൈവത്തിന് തെറ്റുപറ്റില്ല. എന്താ സംഭവം? 100 pesos ചോദിച്ചത്, 100 pesos ലെൻചോ ചോദിച്ചത്. ലെൻചോ ആസ്ക്ഡ് ഫോർ 100 pesos.
ബട്ട് ഹീ ഗോട്ട് ഓൺലി 70 പെസോസ്. 70 പെസോസ് അല്ലേ ഉള്ളൂ എണ്ണി നോക്കിയപ്പോൾ. രഞ്ജയ്ക്ക് ദേഷ്യം വന്നു. ദൈവത്തിന് തെറ്റുപറ്റില്ല. രഞ്ജയ്ക്ക് ദേഷ്യമായി. രഞ്ജു ഇങ്ങനെ ആഹാ ദൈവത്തിന് തെറ്റുപറ്റില്ല, എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് ലഞ്ചോ എന്ത് ചെയ്തു? ഇമ്മീഡിയറ്റ്ലി ലഞ്ചോ വെന്റ് അപ്പ് ടു ദ വിൻഡോ ടു ആസ്ക് ഫോർ പേപ്പർ ആൻഡ് ഇങ്ക്. ആ പോസ്റ്റ് ഓഫീസിലെ ജാലകത്തിൻ്റെ അടുത്ത് പോയിട്ട് ലഞ്ചോ ഒരു പേപ്പറും മഷിയും ചോദിച്ചു. ഹി സാറ്റ് അറ്റ് ദ പബ്ലിക് റൈറ്റിംഗ് ടേബിൾ. അവിടെയുള്ള ആ പൊതുജനങ്ങൾക്ക് ഇരിക്കാവുന്ന ആ കസേരയുടെ ആ മേശയുടെ അടുത്ത്, പബ്ലിക് റൈറ്റിംഗ് ടേബിൾ, എല്ലാവർക്കും ഇരുന്ന് എഴുതേണ്ട ആ മേശയുടെ അടുത്ത് ലഞ്ചോ ഇരുന്നു. ഹി സ്റ്റാർട്ടഡ് ടു റൈറ്റ്. ലഞ്ചോ എഴുതാൻ ആരംഭിച്ചു. എന്താ ലഞ്ചോ എഴുതിയത് നോക്കാം. വെൻ ഹി ഫിനിഷ്ഡ് ഹി വെന്റ് ടു ദ വിൻഡോ ടു ബൈ എ സ്റ്റാമ്പ്. എഴുതി കഴിഞ്ഞപ്പോൾ ലഞ്ചോ ആ പോസ്റ്റ് ഓഫീസിൻ്റെ ജാലകത്തിൻ്റെ ജനാലയുടെ അടുത്ത് ചെന്ന് സ്റ്റാമ്പ് വാങ്ങി. ഹി ലിക്ക്ഡ് ദ സ്റ്റാമ്പ്. ആ സ്റ്റാമ്പ് ഒന്ന് നക്കിയിട്ട് അഫിക്സ്ഡ് ഇറ്റ് ഓൺ ദ എൻവലപ്പ് വിത്ത് എ തമ്പ് ഓഫ് ഹിസ് ഫിസ്റ്റ്. തൻ്റെ കയ്യിലെ തള്ളവിരൽ ഉപയോഗിച്ചുകൊണ്ട് ആ സ്റ്റാമ്പ് ആ കവറിന് പുറത്ത് ഒട്ടിച്ചു ലഞ്ചോ. ദ മൊമെന്റ് ദ ലെറ്റർ ഫെൽ ഇൻ ടു ദ മെയിൽ ബോക്സ് ദ പോസ്റ്റ് മാസ്റ്റർ വെൻ ടു ഓപ്പൺ ഇറ്റ്. ആ തപാൽ പെട്ടിയിൽ ലഞ്ചോയുടെ കത്ത് വീണ ഉടൻ തന്നെ പോസ്റ്റ് മാസ്റ്റർ അകത്തുനിന്ന് ഓടി വന്ന് ഈ കത്തെടുക്കാൻ നോക്കി. കാരണം എന്തായിരിക്കും ലഞ്ചോ അയച്ചിട്ടുണ്ടാവുക എന്ന് പോസ്റ്റ് മാസ്റ്റർക്ക് അറിയണമായിരുന്നു. അപ്പോൾ പോസ്റ്റ് മാസ്റ്റർ ഓടി വന്ന ആകാംക്ഷയോടെ, വളരെ എക്സൈറ്റ്മെൻറ്റോടുകൂടി, ആൻസൈറ്റിയോടുകൂടി പോസ്റ്റ് മാസ്റ്റർ ഓടി വന്നിട്ട് അത് എടുത്തു. ആ കത്ത് ഇതായിരുന്നു. ഇങ്ങനെയാണ് ആ കത്തിൽ എഴുതിയിരുന്നത്. മെഴ്സിഫുൾ ഗോഡ്, കരുണാമയനായ ദൈവമേ, ഓഫ് ദ മണി ദാറ്റ് ഐ ആസ്ക്ഡ് ഫോർ ഓൺലി 70 പെസോസ് റീച്ച്ഡ് മീ. ഞാൻ ചോദിച്ച പൈസയിൽ ആകെ 70 പെസോസ് മാത്രമേ എനിക്ക് ലഭിച്ചിട്ടുള്ളൂ. സെൻഡ് മീ ദ റെസ്റ്റ് സിൻസ് ഐ നീഡ് ഇറ്റ് വെരി ബാഡ്ലി. എനിക്ക് അത് ലഭിക്കേണ്ടത് അത്രയ്ക്ക് ആവശ്യമാണ്. എൻ്റെ അവസ്ഥ അത്ര മോശമാണ്. എനിക്കത് ലഭിക്കേണ്ടത് അത്ര അത്യാവശ്യമായിരിക്കുന്ന അവസ്ഥയായതുകൊണ്ട് സെൻഡ് മീ ദ റെസ്റ്റ്, ബാക്കിയുള്ളതും കൂടി എനിക്ക് വേഗം അയക്കൂ. ബട്ട് ഡോണ്ട് സെൻഡ് ഇറ്റ് ടു മീ ത്രൂ ദ മെയിൽ. പക്ഷേ എനിക്കിനി ഈ കത്തിലൂടെ ഇത് അയക്കേണ്ട, പോസ്റ്റ് ഓഫീസ് മുഖേന ഇതിനെ അയക്കേണ്ട. ബിക്കോസ് ദ പോസ്റ്റ് ഓഫീസ് എംപ്ലോയീസ് ആർ എ ബഞ്ച് ഓഫ് ക്രൂക്സ്. കാരണം ഈ പോസ്റ്റ് ഓഫീസിലെ ജോലിക്കാരൊക്കെ മുഴുവൻ തട്ടിപ്പുകാരാണ്. ബഞ്ച് ഓഫ് ക്രൂക്സ്, എല്ലാവരും തട്ടിപ്പുകാരാണ്, ക്രൂക്സ് ആണ് എന്ന് പറയുകയാണ്. ലഞ്ചോ ചിന്തിച്ചത് ഈ പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാരാണ് ഈ പൈസ, ദൈവം 100 പെസോസ് അയച്ചു, ദൈവത്തിന് തെറ്റുപറ്റില്ല. അപ്പോൾ ദൈവം അയച്ച 100 പെസോസിൽ 30 പെസോ ഇവർ തട്ടിയെടുത്തു, തട്ടിപ്പുകാരാണ്. ബാക്കി 70 പെസോസ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ എന്നാണ് ലഞ്ചോയുടെ ചിന്ത. അപ്പോൾ ഇത് വായിച്ച പോസ്റ്റ് മാസ്റ്ററുടെ ഭാവം എന്തായിരിക്കും എന്ന് നമ്മൾ ഒന്ന് ഊഹിക്കുക, ജസ്റ്റ് ഗസ് ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി. ഇത് ഫേമസ് മെക്സിക്കൻ എഴുത്തുകാരനായ ഗ്രിഗോറിയോസ് ലോപ്പസ് ഫ്യുവൻറ്റസ് എഴുതിയ ഒരു കഥയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, 100 വർഷങ്ങൾക്ക് മുൻപ് രചിക്കപ്പെട്ട ഒരു കഥയാണ്. അപ്പോൾ എല്ലാവരും ഈ കഥ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കി എന്ന് കരുതുന്നു. കൂടുതൽ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് അയക്കുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വായനക്കാരുടെ ചുണ്ടിലും മനസ്സിലും ഒരു ചിരി പരത്തിക്കൊണ്ട് അവസാനിക്കുന്ന മനോഹരമായ ഒരു കഥയാണ് എ ലെറ്റർ ടു ഗോഡ്. ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ മാഷേട്ടൻ ചാനൽ കൂടുതൽ അറിവുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.